നമ്മൾ ഇന്ന് തൊട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം ഡെറിവേഷൻ ചെയ്യുന്നത്. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ ഡെറിവേഷൻ ആണ് നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ട്. അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് സെക്കൻഡ് മോഡ്യൂളുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ ഡെറിവേഷൻ ആണ്. നമ്മൾ പഠിച്ച എല്ലാ ഡെറിവേഷനും അത് ചോദിക്കും. അത് കമ്പൽസറി ആയിട്ട് ഒരു ഡെറിവേഷൻ ഉറപ്പായിട്ട് ചോദിക്കും. കാര്യം അതിന് ഗ്യാസ് ടേബിളോ യൂസ് ചെയ്ത് പറയുകയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് ഡെറിവേഷൻ ഉറപ്പായിട്ട് പഠിക്കുക. അതിൽ ഫസ്റ്റ് പാർട്ടിലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാക്കുക. എത്ര മാർക്കാണ് നിങ്ങൾക്ക്? 30 15 മാർക്ക്, ഏകദേശം 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡെറിവേഷനൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും. അടുത്ത സെക്കൻഡ് 20 മാർക്കാണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഈക്വൽ വെയിറ്റേജ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എയിൽ 4 ക്വസ്റ്റ്യനിൽ 3 എണ്ണത്തിൽ 2 ഡെറിവേഷനും 2 പ്രോബ്ലമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യം ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ ഡെറിവേഷൻ ആണ്, അല്ലെങ്കിൽ തിയറി ആയിരിക്കും. 7.3 അങ്ങനെ 8.2 അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഡെറിവേഷൻ അവസാനം പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഇപ്പോഴുള്ള സമയം കിട്ടുന്ന സമയത്ത് എഴുതി തന്നെ പഠിക്കുക. പ്രോബ്ലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിലതൊക്കെ ഗ്യാസ് ടേബിളിൽ കാണും, ചിലതൊന്നും കാണില്ല. അത് ഞാൻ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ഫോർമുലാസ് മാത്രം ഞാൻ ഒന്ന് റീകോൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C/A, ഫ്ലൂയിഡ് വെലോസിറ്റി ബൈ വെലോസിറ്റി. നമ്മളൊരു ഫ്ലൂയിഡ് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പഠിക്കുകയാണ്. എന്തൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ എവിടെ പോയാലും ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഞാൻ ആൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എയറോ റിലേറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് PSLV, GSLV ഇങ്ങനെ എല്ലാം വർക്ക് ആവുന്നത് ഇതിന്റെ ബേസിസിലാണ്. ഈ സബ്ജക്ട് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ലെവലിലോട്ട് നിങ്ങൾ ജോബിനൊക്കെ പോവുകയാണെങ്കിലോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ല ഞാൻ പറയണത്, അത് ജോബിലോട്ട് പോവുകയാണെങ്കിലും ISRO അതേപോലുള്ള ലെവലിലോട്ട് നിങ്ങൾ ജോബിന് എയറോനോട്ടിക്കൽ റിലേറ്റഡ് മെക്കാനിക്കൽ ഫീൽഡിലോട്ട് ജോലിക്ക് പോവുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഫസ്റ്റ് ഓഫ് ദ സബ്ജക്റ്റ് ആണ് CF. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണ്, ഗ്യാസ് ഫ്ലോ ആകുമ്പോൾ അതിന്റെ ഫ്ലൂയിഡ് വെലോസിറ്റി ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ് മാക് നമ്പർ. അപ്പോൾ മാക് നമ്പറിനെ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഏത് ഫ്ലോ എന്ന് പറയുന്നത്. അതിൽ സോണിക് ഫ്ലോ പഠിച്ച്, സോണിക് എന്ന് പറഞ്ഞാൽ മാക് നമ്പർ 1 ആവും, അതായത് സിയും എയും ഈക്വൽ ആവും. അല്ല സബ് സോണിക് ആണെങ്കിൽ <1, സൂപ്പർ സോണിക് ആണെങ്കിൽ >1. അതൊക്കെ നമ്മൾ ആ റീജിയൻ ലെവലിൽ നമ്മൾ തിയറി പഠിച്ചായിരുന്നു. ഹൈപ്പർ സോണിക് ആണെങ്കിൽ >5, അതിൽ ഇൻകംപ്രസിബിൾ <0.3, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതാണ് നമ്മുടെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകും. ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുകയാണ്, നമ്മൾ എങ്ങനെ അതിന്റെ പ്രഷർ കണ്ടുപിടിക്കുക, ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കുക. നമ്മൾ ഇതിലൊക്കെ കണ്ടാണ് ഒരു ഫ്ലൈറ്റ് PSLV പോകുമ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞാൽ ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. സോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് ഡീവിയേഷൻ വരികയാണെങ്കിൽ അതിന്റെ ചിലപ്പോൾ ഫെയിലിയർ ആവാം, ചിലപ്പോൾ അത് ഡീവിയേറ്റ് ചെയ്ത് പോവാം, ഇങ്ങനെ എന്തുവാണെങ്കിൽ സംഭവിക്കും. സോ അതെല്ലാം നമ്മൾ മാത്തമാറ്റിക്കൽ റിലേഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ മാക് നമ്പർ, mv=c/a, വെലോസിറ്റി ഓഫ് സൗണ്ട് A=√γ/RT. ഇതെല്ലാം നമ്മുടെ ഗ്യാസ് ടേബിളിലുണ്ട്. ഇല്ലാത്ത ഞാൻ പറയാം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഗ്യാസ് ടേബിളിലുണ്ട്. T0/T(1 + Γ-1). T0 എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ബൈ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. അതായത് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആകാത്ത ടെമ്പറേച്ചർ തന്നെയാണ് സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. T0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡേറ്റും അത് പൊസിഷനും 0 ആവുന്നതിനാണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. T0/T(1 + Γ-1/2 × m² എന്ന് പറയുന്നത്. അതിനുശേഷം സ്റ്റാഗ്നേഷൻ പ്രഷർ, ഇതെല്ലാം ഐസെൻട്രോപിക് പ്രോസസ് ആയിട്ട് ആ റിലേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ P0/P അതും ഗ്യാസ് ടേബിളുണ്ട്. ρ0/ρ ഇതെല്ലാം ഗ്യാസ് ടേബിളുണ്ട്. ഇല്ലാത്തത് അതേപോലെ സ്റ്റാഗ്നേഷൻ ഇതാണ് ഇല്ലാത്ത. ആറാമത്തെ നോട്ട് ചെയ്ത് വെച്ചത് സ്റ്റാഗ്നേഷൻ എന്താൽപി H0 = CpT0. അതേപോലെ സ്റ്റാറ്റിക് എന്താൽപി H = CpT. ആസ് പെർ എന്താൽപി ഡെഫിനിഷനിലാണ് നമ്മളത് പറയുന്നത്. എന്താൽപിയും സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്താൽപി. അത് നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചിരിക്കും. അതേപോലെ 8ാമത്തെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, അത് നിങ്ങളുടെ ഗ്യാസ് ടേബിൾ കാണത്തില്ല. സ്റ്റാഗ്നേഷൻ എന്താൽപി റിലേഷൻ, ഇതിൽ ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. H0 എന്ന് പറഞ്ഞാൽ A0A²/Γ-1 + ½ C², ഓർ ½ Cmax² ആവാം, ഓർ A0²/Γ-1. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. ഫോർ എക്സാമ്പിൾ A²/Γ-1 / ½ C² = ½ Cmax. അപ്പോൾ Cmax കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഒരു A0² കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ½ Cmax² തന്നിട്ടുണ്ടെങ്കിൽ, Cmax തന്നിട്ടുണ്ടെങ്കിൽ ½ Cmax² = A0²/Γ-1. അപ്പോൾ അത് രണ്ട്, അങ്ങനെ 4 നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച്. പിന്നെ അടുത്ത ക്രോക്കോൺ നമ്പർ, അത് ഫ്ലൂയിഡ് വെലോസിറ്റി മാക്സിമം ഫ്ലൂയിഡ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി 300 ആണെന്ന് വെക്കാം, 300 m/s ആണെന്ന് വെക്കാം. അതിന്റെ മാക്സിമം അറ്റൈനബിൾ വെലോസിറ്റി ഒരു 500 ആണെന്ന് വെക്കാം. അപ്പം അതിന്റെ ക്രോക്കോ നമ്പർ എന്തായിരിക്കും? 300 / മാക്സിമം 500.
അതാണ് അതിന്റെ ക്രോക്കോ നമ്പർ എന്ന് പറയുന്നത്. അതാണ് അത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു, എന്താണ് MECയിൽ റോ AC, അത് ഗ്യാസ് ടേബിൾ ഇല്ല. അതേപോലെ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് ആൾറെഡി അറിയാം, എന്താണ് CP6 ഗാമ R/γ-, ഇതൊക്കെ നോക്കി വെച്ചേക്കുക. CPയുടെ റിലേഷൻ, CPയും R തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ആറും CPയും തരും, ഗാമ തരത്തില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഗാമ. ഓർ ചിലയിടത്ത് CP ഗാമയും ആറും തരും, CP കണ്ടുപിടിക്കണം. സോ അങ്ങനെയുള്ള റിലേഷനിൽ യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഗ്യാസ് കോൺസ്റ്റന്റ് CP6 ഗാമ R/γ-1. ഓർ ഇങ്ങനെയും പറയാം, R = γ-1/γ into CP. അതാണ് അതിന്റെ റിലേഷൻ. ഇൻ മാക് ആംഗിൾ സൈൻ ഇൻവേഴ്സ് 1/m. ക്വസ്റ്റ്യനിൽ മാക് ആംഗിൾ മാക് നമ്പർ അറിയാം, മാക് ആംഗിൾ കണ്ടുപിടിക്കാൻ സൈൻ ഇൻവേഴ്സ് 1/m ഇട്ട് കൊടുത്താൽ. അതേപോലെ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗ്യാസ് ടേബിളിൽ ഇല്ലാത്ത കാര്യമാണ് 14ാമത്തെ പോയിന്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലവും മാക്സിമം ഇതിൽ സോൾവ് ചെയ്യുന്നത്. അതായത് ഐസെൻട്രോപിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് T0 1 എടുത്താലും T0 2 എടുത്താലും T0 ഇൻഫിനിറ്റി എടുത്താലും T0 എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ഈക്വൽ ആയിരിക്കും. സിമിലർ, അതായത് എക്സിറ്റ് എടുത്താലും എൻട്രി എടുത്താലും ഈക്വൽ. കാര്യം എന്താണ്, അത് 0 ആണ്. 0യിൽ ഏത് നമ്പർ പോയിന്റ് എടുത്താലും അതെന്തായാലും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി ഈക്വൽ ആണ്. സിമിലർലി P0 1, P0 2, P0 3 എത്ര P0 എടുത്താലും ആ P0 വാല്യൂ T0 വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും, എൻട്രി കണ്ടീഷൻ ആയാലും എക്സിറ്റ് കണ്ടീഷൻ ആയാലും. അപ്പൊ ഇതിലുള്ള ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോർമുലസ്. ഇത്രയും അറിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ടേബിളിലൂടെ നോക്കി നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിൽ ഏകദേശം ഒരു 10-18 പ്രോബ്ലംസ് ഉണ്ട്. ഈ 18 പ്രോബ്ലം കൂടെ കഴിയുമ്പോൾ നമുക്ക് മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും. ഇത്രയും 18 പ്രോബ്ലം, ഏകദേശം 85 സ്ലൈഡ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഈ 14ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. T0 1 T0 2 ഈക്വൽ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് കണ്ടീഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു എൻട്രിയിൽ ഒരു ഗ്യാസ് വിടുന്നു, ഗ്യാസ് ഏതെങ്കിലും ഒരു കംപ്രസർ ഒരു ഫ്ലൂയിഡ് വിടുന്നു. അപ്പൊ എൻട്രിയിലെ പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി ഒക്കെ അവർ ചിലപ്പോൾ തരും. അപ്പൊ നമ്മൾ അതിന്റെ എക്സിറ്റ് വേറൊരു പോയിന്റ് അവർ പറയും, മറ്റേ മാക് നമ്പർ = 1 കയറിയിട്ട് മാക് നമ്പർ 2 ഇറങ്ങുമ്പോൾ വാട്ട് ഈസ് ദ പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി എന്നവർ പറയും. അപ്പൊ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം യൂസിങ് ഗ്യാസ് ടേബിൾ ഓർ ഫോർമുല. നമുക്ക് രണ്ട് രീതിയിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ ചുമ്മാ തിയറിറ്റിക്കലി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഗ്യാസ് ടേബിൾ വെച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ ഗ്യാസ് ടേബിളിലുള്ള കാര്യങ്ങൾ പറയാം. ഗ്യാസ് ടേബിളിൽ ഇതേപോലത്തെ ഒരു സാധനം, നിങ്ങൾ ഗ്യാസ് ടേബിൾ ഉള്ളവർ നോക്കാം, ഇല്ലെങ്കിൽ ഇതിൽ നോക്കിയാലും മതി, ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ. അപ്പൊ ഗ്യാസ് ടേബിളിൽ ഇതിന്റെ നൊട്ടേഷൻസ്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ നൊട്ടേഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്, ഇത് ബുക്ക് കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇതൊക്കെ നോട്ടേഷൻസ് ഏതൊക്കെയാണ്. A എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, C എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് വെലോസിറ്റി ആണ്, CP, CR എല്ലാ കാര്യങ്ങളും ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. വെലോസിറ്റി ഓഫ് സൗണ്ട്, C പഠിച്ചു, CP, CV ഇതൊക്കെ അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ നൊട്ടേഷൻസ്. ഇനി അടുത്ത നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ തന്നെ അവര് ഗാമയുടെ വാല്യൂ, CP, CV, എയുടെ വാല്യൂ, അതേപോലെ ഇത് നമ്മൾ പഠിച്ച 1.4 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെറിവേഷനിൽ പഠിച്ചാണ്, മാസ് ഫ്ലോ റേറ്റിന്റെ ഡെറിവേഷനിൽ ഒന്ന് പഠിച്ചാണ്, Mmax കണ്ടുപിടിക്കാനുള്ള. അപ്പൊ ഇതെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നോക്കുക. അതേപോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഐസെൻട്രോപിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസിന്റെ അസംഷൻസ് എന്താണെന്ന്. അപ്പൊ അസംഷൻസ് ഇത് നോക്കി അങ്ങ് എഴുതിയാൽ എന്താണ് ഈ ഐസെൻട്രോപിക് ഫ്ലോ, എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഫോർമുലാസ്. ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് ടേബിൾ ഒരുപാട് ഫോർമുലാസ് ഉണ്ടെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഫോർമുലാസ് 3.1 തൊട്ട് 3.8 വരെയുള്ള എല്ലാ ഫോർമുലാസും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലം വെച്ച് ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫോർമുലയിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ മാക് നമ്പറും ഗാമയും തരും, T0 തരും. അപ്പോൾ T കണ്ടുപിടിക്കാം ആദ്യത്തെ 3.1 വെച്ചിട്ട്. അതല്ല P0/P, T0/T അറിയാമെങ്കിൽ P0 അറിയാമെങ്കിൽ P കണ്ടുപിടിക്കാം. സോ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഫോർമുല അവർ തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. ഓർ ഇതേ സെയിം ഇത് തന്നെ നമ്മൾ ഗ്യാസ് ടേബിളിലെ വാല്യൂ വെച്ചും ചെയ്യാം. ഇവർ തന്നെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാല്യൂസ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഗ്യാസ് ടേബിളിലെ വാല്യൂ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് മോഡ്യൂളിലെ 3.1 തൊട്ട് 3.8 വരെയുള്ള ഫോർമുലാസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എക്സാമിന് വരുമ്പോൾ അതിനകത്ത് മാത്രം നോക്കിയാൽ എല്ലായിടവും കിടന്ന് തപ്പുണ്ട്. ഇനി നമുക്ക് ഓരോ പ്രോബ്ലത്തിലോട്ട് പോകാം. ഞാൻ ആദ്യത്തെ 2 പ്രോബ്ലം ഗ്യാസ് ടേബിൾ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അതിനുശേഷം എല്ലാം ഗ്യാസ് ടേബിൾ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒരു എയർ ജെറ്റ് അറ്റ് 300 Kelvin ആസ് സോണിക് വെലോസിറ്റി. അപ്പൊ നോക്കുക, എയർ ജെറ്റ് ഓഫ് അറ്റ് 300 Kelvin. അപ്പൊ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് T. ഇപ്പൊ T തന്നിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ അല്ല പറഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. 300 Kelvin സോണിക് വെലോസിറ്റി. സോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക് നമ്പർ 1 ആയ അതിന്റെ വെലോസിറ്റി വിറ്റാമിൻ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് 300 Kelvin. സൗണ്ടിന്റെ വെലോസിറ്റി 300 Kelvin ആകുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? MECയിൽ C/8 സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ സ്റ്റാഗ്നേഷൻ C0 ഇത് വെച്ചിട്ടുണ്ട്. മാക്സിമം വെലോസിറ്റി ഓഫ് ജെറ്റ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ
ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എയർ ജെറ്റ് ഓഫ് 300 കെൽവിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ റൈറ്റിൽ നിങ്ങൾ വായിച്ച് നോക്കുക, അതിൽ ഗിവൺ ഡേറ്റ ഞാൻ എഴുതിയിട്ടുണ്ട് 300 കെൽവിൻ ആണെന്ന്. സോണിക് ആകുമ്പോൾ M=1 ആണ്, അതുണ്ട്. ഗാമ 1.4 ക്വസ്റ്റിൽ തന്നെ തന്നിട്ട് ടേക്ക് ഗാമ = 1.4 R 287 joules per kilogram Kelvin. അപ്പം എപ്പോഴും R 287 joules per kilogram Kelvin ആണ് ഗാമ അവർ പറഞ്ഞെങ്കിൽ. അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ തന്നിട്ടില്ലെങ്കിൽ എയറിന്റെ എപ്പോഴും ഗാമ 1.4 ആണ്, R 287 ആണ്. ക്വസ്റ്റിൽ ചിലപ്പോൾ തരത്തില്ല, സാറ് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്നല്ല. എയറിന്റെ നമ്മൾ എപ്പോഴും ഗാമ 1.5, അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ എയറിന്റെ തരത്തില്ല അവർ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാനുള്ള എയർ എപ്പോഴും ഗാമ 1.5 R 287 ആണ്. അപ്പൊ അത് അസ്യൂം ചെയ്ത് പോവുക. അപ്പം സോണിക് വെലോസിറ്റി M=, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക എന്തൊക്കെയാണ് ഡിനോഷൻ വെച്ചിട്ട് പറയാം. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്, M=C/A. വെലോസിറ്റി ഓഫ് സൗണ്ട് A ആണ്. അപ്പൊ A കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ A0 കണ്ടുപിടിക്കും. വെലോസിറ്റി സൗണ്ട് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ A0. അതേപോലെ മൂന്നാമത്തെ മാക്സിമം വെലോസിറ്റി ഓഫ് ജെറ്റ് Cmax. അതേപോലെ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി H0. അതേപോലെ ക്രോക്കോ നമ്പർ CR. അപ്പൊ നോക്കുക, ഞാൻ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തിരിക്കുകയാണ്. ആ സൊല്യൂഷനിൽ നോക്കിയാൽ അറിയാം. എയുടെ ഫോർമുല നമുക്ക് എന്താണ്, √γ/RT. ഗാമ അറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. R അറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. T ടെമ്പറേച്ചർ 300 കെൽവിൻ. സോ വിൽ ഗെറ്റ് ദി മീറ്റർ/സെക്കൻഡ്. സെക്കൻഡ് തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് A0 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് റിലേഷൻ എന്താണ്, A0 എന്ന് പറഞ്ഞാൽ √γ/T0 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. A0 എന്ന് പറഞ്ഞാൽ √γ/T0, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഇതിലെ T0 നമുക്കറിയത്തില്ല, TA നമുക്കറിയാത്തോ. അപ്പൊ റിലേഷൻ എടുക്കുക, T0/T = 1 + γ - 1/2 m². അതിൽ ഗാമ അറിയാം, മാക് നമ്പർ അറിയാം, എന്താണ് സോണിക് ആണ്, അതുകൊണ്ട് മാക് നമ്പർ 1 ആണ്. അതായത് ഗാമ അറിയാം, അതേപോലെ T നമുക്കറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ഔട്ട് T0 360 കെൽവിൻ കിട്ടും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ അറിയാം, R അറിയാം, 360 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് A0 കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത മൂന്നാമത്താണ് ഞാൻ പറഞ്ഞ റിലേഷൻ. അതായത് അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വെലോസിറ്റി ഓഫ് ജെറ്റ്. അപ്പൊ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Cmax² ആണ്. Cmax ആണ് നമ്മുടെ മാക്സിമം വെലോസിറ്റി. അപ്പൊ ഞാൻ ആദ്യം തന്ന ഒരു റിലേഷൻ ഇതിലുണ്ടല്ലോ, എന്താണ് ഇതിൽ എട്ടാമത്തെ നോക്കി, H0 അപ്പൊ ½ Cmax² ഉണ്ട്, A0². അപ്പൊ ഇതിനെ ഏതെങ്കിലും രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യുക, അറിയാവുന്ന വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിലോട്ട് പോകുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ½ Cmax², A0² നമുക്ക് മുകളിൽ അറിയാം. അപ്പൊ A0² γ - 1 രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി Cmax. Cmax എന്താണ്, Cmax² ഇത്. അപ്പൊ ഇതിലെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിമൈനിങ് അൺനോൺ ആണ് Cmax. സോ Cmax 850.42 m/s എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, സ്റ്റാഗ്നേഷൻ എന്താൽപ്പി. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, H0. H0 ½ Cmax² ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് കണ്ടുപിടിക്കുക. അടുത്ത ലാസ്റ്റ് ക്രോക്കോ നമ്പർ ഞാൻ പറഞ്ഞു, C/Cmax. അപ്പൊ നമുക്ക് Cmax ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു എത്ര, ഇതിന്റെ മാക്സിമം അറ്റൈനബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 850 ആണ്. അതേപോലെ C എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് C? ആൾറെഡി നമ്മൾ M=C/A ആണ്. അപ്പൊ M=C/A ആകുമ്പോൾ Aയും Cയും ഈക്വൽ, സോണിക് ആകുമ്പോൾ Aയും Cയും ഈക്വൽ ആണ്. അപ്പൊ 347.18 ആണ്. ഇവിടെ C=C എഴുതിക്കുന്നത് എന്താണ്, M=1 ആയതുകൊണ്ടാണ്. അപ്പൊ Aയും Cയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, ക്രോക്കോ നമ്പർ കണ്ടുപിടിക്കുക. C/Cmax ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0.408 കിട്ടും. ഇതാണ് ക്രോക്കോ നമ്പർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തലോട്ട് പോകാമോ? ഓക്കെ, അപ്പൊ അത് നോക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ജെറ്റ് ഓഫ് എ ഗ്യാസ് 500 കെൽവിൻ. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇടുകയാണ്. അതിൽ വേറെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ ഇടുന്നത്. നോക്കാം, ജെറ്റ് ഓഫ് എ ഗ്യാസ് 300 കെൽവിൻ ഹാസ് എ മാക് നമ്പർ ഓഫ് 1.2 ആണ്. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്. സൂപ്പർസോണിക് ഫ്ലോ ആണ്. ഡിറ്റർമിൻ ലോക്കൽ വെലോസിറ്റി, സ്റ്റാഗ്നേഷൻ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇതേ പ്രോബ്ലത്തിന് ഞാൻ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഇതിൽ എന്തൊക്കെയാണ് ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി നിങ്ങൾ. ഗ്യാസ് ഓഫ് 500 കെൽവിൻ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, മാക് നമ്പർ കണ്ട 1 വരെ 1.2 അത്രേ ഉള്ളൂ. ഡിറ്റർമിൻ ദ ഫോളോയിങ്. അതിന്റെ ലാസ്റ്റ് നോക്കുക, ജെറ്റ് ഓഫ് ഗ്യാസ് എന്നേ പറയുന്നുള്ളൂ, എയറിന്റെ കാര്യമല്ല പറയണം. അപ്പൊ ഗ്യാസ് വേറെയാണ്, വേറെ എയർ അല്ല അതിൽ. അപ്പൊ താഴെ അതിന്റെ ഗാമയുടെ വാല്യൂ തന്നിട്ട് 1.3 469 R എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം ഗാമ 1.4 അല്ല 1.3 ആണ്, R 469. അപ്പൊ ഇതിന്റെ ചേഞ്ചസ് വരുമ്പോൾ വേറെ എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കണ്ടുപിടിക്കാനുള്ള ലോക്കൽ വെലോസിറ്റീസ് ഉണ്ട് A, സ്റ്റാഗ്നേഷൻ വെലോസിറ്റീസ് ഉണ്ട് A0, H എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്താൽപ്പി, H0 എന്ന് പറഞ്ഞാൽ
സാനേഷൻ എന്താൽപ്പി, അതേപോലെ സി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം മാഗ്നറ്റിക് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച തന്നെ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ മാഗ് നമ്പറിനെ മാറ്റി, അതേപോലെ ഗാമയുടെയും ആറിൻ്റെയും വാല്യൂ മാറ്റി. അപ്പം എ റൂട്ട് ഓഫ് ഗാമ ആർ ടി ഇടുക, 552.13 കിട്ടും. നമ്മൾ ലി നോട്ട് ബൈ ടി വെച്ചിട്ട് ടി നോട്ട് കണ്ടുപിടിക്കുക, എ നോട്ട് റൂട്ട് ഓഫ് ഗാമ ആർ ടി നോട്ട് ഇടുക, സോ എ നോട്ട് കിട്ടും. നമ്മളല്ല എച്ച് ഇ സിയിൽ സി പി ടി. അതിൽ നിന്ന് വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എച്ച് ഇ സിയിൽ സി പി ടി ആണ്. ഓക്കെ, സോ സി പി വാല്യൂ ഇസ് നോട്ട് ഗിവൻ. നേരത്തെ നമ്മൾ സി പി വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. ഇതിൽ സ്റ്റാറ്റിക് എന്താൽപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, എച്ച് ഇ സിയിൽ സി പി ടി ആണ്. അപ്പം സി പിയുടെ വാല്യൂ ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടില്ല. സോ ദാറ്റ് യു ഫൈൻഡ് ഔട്ട് സി പി ബൈ ദ ഇക്വേഷൻ സി പി സികൾ ഗാമ ആർ ബൈ ഗാമ മൈനസ് എന്നുള്ള ഇക്വേഷൻ. ഗാമ അറിയാം, ആർ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സി പി കിട്ടും. ആ സി പി എടുത്ത് ഇവിടെ കൊണ്ടിടുക, ഇൻറ്റു ടെമ്പറേച്ചർ മോളിൽ നിന്ന് എടുത്ത് ചെയ്തുക, ടെമ്പറേച്ചർ 500 ആണ്, അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 5 വാല്യൂ ഓഫ് സ്റ്റാറ്റിക് എന്താൽപ്പി. സാനേഷൻ എന്താൽപ്പിയും അതേ സി പി ഇൻറ്റു ടി നോട്ട് ഇട്ട് കൊടുത്താൽ, ടി നോട്ട് നമ്മൾ ആൾറെഡി രണ്ടാമത്തേത് കണ്ടുപിടിച്ചിട്ടുണ്ട് 608. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോ ഐ ഗെറ്റ് സ്റ്റാഗ്നേഷൻ എന്താൽപ്പി. അതേപോലെ എച്ച് നോട്ട് ഈസ് ഹാഫ് സി മാക്സ് സ്ക്വയർ. അപ്പോൾ അത് ആ ഇക്വേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സി മാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിക്കുക അതിൻ്റെ അനുസരിച്ചിട്ട്. ഇതെല്ലാം നമ്മുടെ ഇക്വേഷൻ ബേസിസിലാണ്. അടുത്തത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? പ്രണവ്? ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഗ്യാസ് ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഒരു ഇക്വേഷൻ ആണ്, ഇനിയുള്ള എല്ലാം നമ്മൾ ഗ്യാസ് ടേബിൾ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എയർ സ്ട്രീം എൻഡേഴ്സ് ഇൻടു എ ഡക്റ്റ്. ഒരു എയർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഗാമയും ആറും നമുക്ക് ആൾറെഡി അറിയാം. എന്താണ് ഗാമ 1.4 R287. അതുകൊണ്ട് അവർ പറയുന്നില്ല ക്വസ്റ്റ്യനിൽ. നിങ്ങളെ തെറ്റിക്കാനായിട്ട് നിങ്ങൾ പറയും, ആരും ഇതായ നോക്കാത്തവർ പറയുന്നത് എന്താണ്, ഗാമ ആറെന്നല്ല, ക്വസ്റ്റ്യൻ റോങ് ആണെന്ന് പറയും. അതല്ല, എയറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗാമ 1.4 R287 ആണ്. അപ്പൊ നോക്കുക, എയർ എൻ്റർ ചെയ്യുന്നു, എവിടെ ഒരു ഡക്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്നു, പ്രഷർ 1.2 ബാർ, ടെമ്പറേച്ചർ 300 കെൽവിൻ എന്നുള്ള ആ പ്രോപ്പർട്ടി വെച്ചിട്ട് അത് എൻ്റർ ചെയ്യുന്നു. അതിന് മാക് നമ്പർ 1.25. ഈ മൂന്ന് കണ്ടീഷനിൽ ഗ്യാസ് നിൽക്കുമ്പോൾ അത് എൻട്രി കണ്ടീഷനിലോട്ട് കയറുന്നു. അപ്പൊ നമ്മൾ പ്രഷറിനെ P1 എന്ന് കൊടുക്കും, ടെമ്പറേച്ചർ T1 എന്ന് കൊടുക്കും, മാക് നമ്പർ M1 എന്ന് കൊടുക്കും, എൻട്രി കണ്ടീഷൻ. അടുത്തത്, അപ്പൊ അവർ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ദ മാക് നമ്പർ അറ്റ് എക്സിറ്റ് ഈസ് 0.6. അപ്പൊ 1.25 കയറുന്ന ആ എയർ 0.6 എന്നുള്ള ആ പോയിന്റ്, അതായത് രണ്ടാമത്തെ എക്സിറ്റ് പോയിന്റിൽ 0.6 എന്നുള്ള എക്സിറ്റ് ആവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഡക്റ്റ് അറ്റ് എക്സിറ്റ്. ടെമ്പറേച്ചർ T2 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, C2 വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ആദ്യം ക്വസ്റ്റ്യൻ എന്ത് തന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അങ്ങ് എഴുതുക. ഇവൻ ഡേറ്റയിൽ എന്താണ്, പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, മാക് നമ്പർ എൻട്രി എക്സിറ്റും തന്നിട്ടുണ്ട്. ഇനി ഫോർ എയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയറിന്റെ ഗാമ 1.4 R287 തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസ് ടേബിളിലുണ്ട്, നോക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പം എയർ 1.4 R287 എഴുതുക, സി പി ഉണ്ടെങ്കിൽ അതും അങ്ങ് എഴുതി വെക്കുക. ഇനി നമ്മൾ ഫൈൻഡ് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ തന്നെ. എ പാർട്ട് ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ഡക്റ്റ് അറ്റ് എക്സിറ്റ് T2 ആൻഡ് C2 എന്താണ് വെലോസിറ്റി അറ്റ് എക്സിറ്റ്. ഇതിൽ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, ഫോർമുല യൂസും ചെയ്തിട്ടുണ്ട്, ഫോർമുല യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട്, ആൻഡ് ആൾസോ ഗ്യാസ് ടേബിൾ യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഫോർമുല യൂസ് ചെയ്ത് പറഞ്ഞിട്ട് അടുത്ത ഗ്യാസ് ടേബിൾ, അടുത്തോട്ട് ഞാൻ ഗ്യാസ് ടേബിൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. നോക്കാം. അപ്പൊ ഫോർമുല എന്താണ്, T0 ബൈ, ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇതിൽ T02 T2 ആണ് കണ്ടുപിടിക്കുക, T2 ആൻഡ് M2 C2 കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം T0 ബൈ T = 1 + Γ - 1/2 M² ആണ് ഫോർമുല. അതിൽ 1 കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. T0 1 / T1 = 1 + Γ - 1/2 M1². അതിൽ നിന്ന് എന്ത് കിട്ടും, T0 1 കിട്ടും. ഞാൻ 14ാമത്തെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു തുടങ്ങുന്നതിന് മുമ്പ്, അഡിയബാറ്റിക് ഫ്ലോയിൽ എപ്പോഴും T0 1 സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എപ്പോഴും ഈക്വൽ ആണ്. അപ്പോൾ T0 1 T0 2 ഈക്വൽ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. അങ്ങനെ T0 2 / T2 എന്ന് പറഞ്ഞൊരു ഇക്വേഷനിൽ 1 + Γ - 1/2 M2² ഇട്ട് ഇതിലെന്താണ് T0 1 T0 2 ഈക്വൽ ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. M1 M2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ ഗാമ നമുക്കറിയാം. സോ വിൽ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T2. ഇതിൽ നിന്ന് T2 കിട്ടും. T2 ആണ് ആദ്യത്തെ ആൻസർ. ഫൈൻഡ് ഔട്ട് ദ T2 വാല്യൂ. ഇനി അടുത്ത നമുക്ക് വേണ്ടി വെലോസിറ്റി ഓഫ് സൗണ്ട് C2 ആണ് വേണ്ടത്. അപ്പോൾ T2 കിട്ടി. അടുത്ത C2 എങ്ങനെ കണ്ടുപിടിക്കുക, A2 നമുക്കറിയാം എന്താണ്, റൂട്ട് ഓഫ് C2 എന്ന് പറഞ്ഞാൽ എന്താണ്, M മാക് നമ്പർ ഇതായിട്ട് റിലേഷൻ. നമുക്ക് M2 അറിയാം, M2 = C2 / A2 ആണ് ഫോർമുല. ഇതാ ഇവിടെ M2 ലാസ്റ്റ് ഉള്ള M2 = C2 / A2 ആണ് ഫോർമുല. അപ്പൊ നമുക്ക് ഇതിൽ M2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതേപോലെ A2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല √Γ T2 ആണ് ഫോർമുല.
അത് ഗ്യാസ് ടേബിളിലുണ്ട് A₀ എന്ന്. അപ്പം A2യുടെ വാല്യൂം C2യുടെ വാല്യൂം T2യുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അത് A2 കിട്ടും. അപ്പം C2/A2 ഇടുമ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി. സോ ഇത് പ്യൂർലി ബേസ്ഡ് എന്താണ് ഇക്വേഷൻ ആണ്. ഇനി ഗ്യാസ് ടേബിളിൽ പോയി നോക്കാം നമുക്ക്. ഇപ്പൊ ഇത് ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് ഇതൊന്നും നമുക്ക് എക്സാമിന് ഇങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഇതിൽ കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. നോക്കാം ഗ്യാസ് ടേബിൾ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ അതൊക്കെ മറന്നു കളയുക. നമ്മുടെ ഗിവൺ ഡേറ്റ എഴുതുക. ഈ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യേണ്ട. സൊല്യൂഷൻ തൊട്ട് ഈ എൻഡ് വരെയുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഗ്യാസ് ടേബിൾ വഴി ചെയ്യാൻ പോവുകയാണ്. എക്സാമിന് ഗ്യാസ് ടേബിൾ നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഗിവൺ ഡേറ്റയിൽ P1 T1 നമുക്ക് കണ്ടുപിടിക്കാൻ T2 C2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോവുക. ഗാമ ഐസിക്കിൾ 1.4. നമുക്ക് മാക് നമ്പർ M1 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1.25. ഗാമ നമുക്കറിയാം 1.4 ആണ്. അപ്പം ഇത് രണ്ടും വെച്ചിട്ട് ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോകുക. ഐസെൻട്രോപിക് ടേബിളിൽ പോയി ഗാമ ഐസിക്കിൾ 1.4 M1 ഐസിക്കിൾ 1.25 പോയിട്ട് ഈ റേഷ്യോ എടുക്കുക. നമുക്ക് വേണ്ടത് എന്താണ്? T1/T0. അപ്പൊ ഞാൻ ഗ്യാസ് ടേബിളിലോട്ട് പോവാം. പേജ് നമ്പർ ഗാമ 1.4 M1 1.25 നോക്കാം. അപ്പൊ ഈ ഇതില് ഗാമ നോക്കുക. ടേബിൾ 3.2 പേജ് നമ്പർ ഏകദേശം 32 ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ചേഞ്ച് വരാം. അത് ഒരേ പേജ് തന്നെ ആവണമെന്നില്ല. ഏത് എഡിഷനോ അതനുസരിച്ച് ചിലപ്പോൾ മാറും. ഇതിലിപ്പം നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഐസെൻട്രോപ്പി ഏറ്റവും മുകളിലുള്ള ഐസെൻട്രോപ്പി ഫ്ലോ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഗാമ ഐസിക്കിൾ 1.4 എന്നുള്ള വാല്യൂ നോട്ട് ചെയ്യുക. അതിന് നേരെയുള്ള മാക് നമ്പർ ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1.25. 1.25 കണ്ടുപിടിക്കുക. അതാ നോക്കിയത് ഇവിടെ തന്നെ ഉണ്ട് 1.25. അപ്പൊ അതിൽ നമുക്ക് വേണ്ട വാല്യൂ എന്താണ്? 0.762. ടെമ്പറേച്ചർ ആണ് വേണ്ടത്. T2 ആണ് അവർ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ 0.762 ഞാൻ എടുത്ത് എഴുതി. അപ്പം 0.762 എന്ന് പറഞ്ഞ് ഇവിടെ എടുത്ത് എഴുതി. ഇനി ഇതിൽ നിന്ന് T0 1 കണ്ടുപിടിച്ചു. T1 അറിയാം, നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. T1 എത്രയാണ്? 300 കെൽവിൻ. സോ T1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ T0 1 കിട്ടി. നമുക്കറിയാം T0 1 T0 ഈക്വൽ ആണല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. T0 1 കിട്ടി. ഇനി ഔട്ട്ലെറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? T2/T0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഔട്ട്ലെറ്റിൽ നമുക്ക് ഗ്യാസ് ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് M2 0.6 ആണ്. M2 0.6 ഗാമ 1.4 പോവുക. 0.6 ഇതിൽ ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ M2 ഇതേപോലെ തന്നെ ഗ്യാസ് ടേബിളിൽ പോവുക. ഇതേ തന്നെ ഗ്യാസ് ടേബിളിൽ പോവുക. ഞാൻ ഇതിൽ ഇടാൻ വിട്ടുപോയി. അതിൽ മാക് നമ്പറിന്റെ ഇവിടെ വാല്യൂ 0.6 വരുന്ന രീതിയിൽ നോക്കാം. 0.6 ഗാമ 1.4. അതില് T2യുടെ വാല്യൂ T2/T0 എന്നുള്ള റേഷ്യോ T/T0 എന്നുള്ള റേഷ്യോ എടുത്ത് എഴുതുക. അതിൽ നിന്ന് T2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം T2 കിട്ടിയ A2 കിട്ടും, A2 കിട്ടിയ M2 കിട്ടും. A2 √γ മാറ്റിയിട്ട് M2 C2/A2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻസർ. അപ്പൊ ഇതിൽ ഔട്ട്ലെറ്റ് എന്നുള്ളത് ഞാൻ അത് വിട്ടുപോയാണ്. ഗാമ 1.4 M2 0.6 എന്നുള്ള ഗ്യാസ് ടേബിളിൽ പോയിട്ട് T/T2 എന്നുള്ള T0 എന്നുള്ള വാല്യൂ എടുത്ത ശേഷം T2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. So will get the answer. അപ്പൊ ഇത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത തലോട്ട് പോവാം. സാറേ അതൊന്നുകൂടെ പറയാമോ സാറേ ഗ്യാസ് ടേബിൾ നോക്കുന്ന? അതായത് ഇതിൽ ഗ്യാസ് ടേബിൾ നോക്കുക. ആദ്യം ഗിവൺ ഡേറ്റ എടുത്ത് എഴുതുക. അതിൽ നോക്കുക M1 1.25 എന്ന് പറഞ്ഞിട്ട് ഗാമ 1.4 ആണ്. എയറിന്റെ ഗാമ 1.4 ആണ്. അപ്പൊ M1 1.25 ഗാമ 1.4 എന്നുള്ള ഗ്യാസ് ടേബിളിലോട്ട് പോവുക. M1 1.25 ഗാമ 1.4 ഐസെൻട്രോപിക് ടേബിളിലോട്ട് പോവുക. അപ്പൊ ഞാൻ ഐസെൻട്രോപിക് ടേബിൾ ഇതാണ്. അപ്പൊ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഐസെൻട്രോപിക് ഫ്ലോ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസസ് ഗാമ 1.4. ഇതിൽ തന്നെ ഗാമ 1.4 ഉണ്ട്. നിങ്ങൾ ഗ്യാസ് ടേബിൾ നോക്കിയറിയാം. 1.4 ഉണ്ട്, 1.3 ഉണ്ട്, 1.67 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ 1.4ന്റെ വാല്യൂ ആണ് എടുക്കാനുള്ളത്. ആ 1.4ൽ മാക് നമ്പർ നമുക്കറിയാം എത്ര? 1.25. അപ്പൊ അതിന് നേരെയുള്ള ടെമ്പറേച്ചർ T/T0 എന്നുള്ള വാല്യൂ ഇവിടെ കാണും. അതിന് നേരെയുള്ള വാല്യൂ ആണ് 0.762. ആ 0.762 എടുത്ത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 0.762. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് T0 ആണ്. അപ്പൊ ഇതിൽ T1 നമുക്കറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്ര? 300 കെൽവിൻ. അപ്പൊ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T0 കിട്ടും. T0 അതവിടെ നിൽക്കുക. അപ്പൊ T0 1 T0 അല്ല ഈക്വൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് T0 1 T0 ഈക്വൽ ആണ്. ഇനി അടുത്ത് നമുക്ക് ഔട്ട്ലെറ്റിൽ പോകുമ്പോൾ ഇതിലും ഗ്യാസ് ടേബിൾ ഉണ്ട്. അത് ഇവിടെ എടുത്തു വെക്കാൻ പറ്റും. ഗാമ 1.4 മാക് നമ്പർ അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്ര? 0.6 ആണ്. അപ്പൊ 0.6ന്റെ നേരെയുള്ള മാക് നമ്പർ ടെമ്പറേച്ചർ റേഷ്യോ ഞാൻ നോക്കുമ്പോൾ ഉള്ളവരെടുത്ത് നോക്കുക. അതിൽ T2/T0 എന്ന് പറഞ്ഞാൽ T/T0 എന്നാണ് അതിൽ കാണുന്നത്. അതിനെ നമ്മൾ T2 എന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ 0.933 എന്ന് കാണും. ആ 0.933 കൊണ്ട് T0 1 T0 ഈക്വൽ ആയതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര? 0.762 × 0.933 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 393.7 കെൽവിൻ × 0.933 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റ്.
ടെമ്പറേച്ചർ കിട്ടിയാൽ പിന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? A2 ഗാമ T2 T2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ അറിയാം, R അറിയാം, T2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി A2 കിട്ടിയ M2 അറിയാം, M2 C2/A2 ആണ്. അപ്പോൾ അതിൽ C2 വാല്യൂ നമ്മൾ ക്വസ്റ്റിൽ A2 അറിയാം, M2 അറിയാം. സോ C2 നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ C2 ആണ് വേണ്ടത്. M2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, A2 ഇപ്പം കണ്ടുപിടിച്ചു. സോ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് C2. സോ C2. ക്ലിയർ? അപ്പോൾ എങ്ങനെ ഡൗട്ട് ഉണ്ടോ അതിൽ? ശ്രീജിത്തിന് മനസ്സിലായോ? മനസ്സിലായി സാർ. വൈശാഖ് ഏതെങ്കിലും ഒരു മെത്തേഡിൽ വെച്ച് ചെയ്താൽ പോരെ? ഗ്യാസ് ടേബിൾ വെച്ച് ചെയ്താൽ മതി നിങ്ങൾ. കാര്യം ഫോമുല മൊത്തം എഴുതി സമയം കളയണ വേസ്റ്റ് ആണ്. ഞാൻ അത് അങ്ങനെയും ചെയ്യാന്നുള്ള ഒരു മെത്തേഡിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയുള്ള എല്ലാ ഇതും നിങ്ങളുടെ ഗ്യാസ് ടേബിൾ വെച്ച് ചെയ്യണുള്ളൂ. കാര്യം ഗ്യാസ് ടേബിളാണ് ഏറ്റവും എളുപ്പം. ഒരിക്കലും ക്വസ്റ്റ്യനിൽ പറയത്തില്ല യൂസിങ് ഫോമുല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. യൂസിങ് ഗ്യാസ് ടേബിൾ എന്ന് പറയാറുണ്ട്. പക്ഷെ വൈശാഖിന് മനസ്സിലായോ? വൈശാഖ് യു ആർ സിദ്ധാർത്ഥ് ഉണ്ടോ? സിനൻ മനസ്സിലായോ? ഇവരെല്ലാരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഗ്യാസ് ടേബിൾ ഉള്ളവർ നോക്കുക. അതായത് ഈ പ്രോബ്ലം ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എയർ എൻറ്റേഴ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഡക്ട്. ഏത് പ്രോബ്ലം നോക്കിയാലും അത് മനസ്സിലാക്കി ശേഷം പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പൊ നോക്കുക, ഒരു ഞാൻ എയർ എടുക്കുകയാണ്. എയർ എന്ന് പറയുന്നത് ഗ്യാസ് എടുക്കുകയാണ്. എയർ എൻറ്റേഴ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഡക്ട്. സ്ട്രെയിറ്റ് ലൈൻ ഡക്ട് ആണ്, ഒരു വളവോ തിരിവോ ഒന്നും ഇല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഡക്ട് ഓഫ് 2.5 ബാർ 30 ഡിഗ്രി. അവർ ഇനിഷ്യൽ കണ്ടീഷൻ പറയാണ് 2.5 ബാർ ഇരിക്കുമ്പോൾ 30 ഡിഗ്രി ഇരിക്കുമ്പോൾ അത് എൻ്റർ ചെയ്യുകയാണ്. ഇൻലെറ്റ് മാക് നമ്പർ 1.5. ഈ 3 കണ്ടീഷനെ ഒരു. അപ്പോൾ എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൻ ഡേറ്റയിൽ കൊടുക്കാനുള്ളത്? P1 T1 ഡിഗ്രിയിലാണ്, കെൽവിനിലാക്കി മാറ്റുക. അപ്പം തന്നെ മാറ്റുക. 30 ഡിഗ്രി 30 + 273 ആക്കുക. മാക് നമ്പർ M1 1/5. അപ്പൊ ക്യാപിറ്റൽ M ആണ് മാക് നമ്പർ. സ്മോൾ M എന്ന് എഴുതി കളയല്. സ്മോൾ M എഴുതിയ മാസ് ഫ്ലോ റേറ്റ് ആയി പോകും. അടുത്ത എക്സിറ്റ് മാക് നമ്പർ തന്നിട്ടുണ്ട് 2.4. അസ്യൂമിങ് അഡിയബാറ്റിക് ഫ്ലോ. അപ്പൊ അഡിയബാറ്റിക് ഫ്ലോ ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കും. ഗാമ 1.4 R287 ആയിരിക്കും. ക്വസ്റ്റിൽ തന്നില്ലെങ്കിൽ അഡിയബാറ്റിക് ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ ഗാമ 1.4 R287 ആയിരിക്കും. അപ്പൊ അതിൽ കണ്ടുപിടിക്കേണ്ട സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എളുപ്പം T0. ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി ആയിട്ട് എക്സിറ്റ് T2 കണ്ടുപിടിക്കണം, C2 കണ്ടുപിടിക്കണം. പിന്നെ ഫ്ലോ റേറ്റ് പെർ സ്ക്വയർ മീറ്റർ. അപ്പം എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ മീറ്റർ, അതായത് മാസ് സ്ക്വയർ മീറ്റർ ആണ്. അപ്പം ഏരിയ, അതായത് OAC ആണ്. M/A ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം എടുത്ത് എഴുതുക. ആദ്യം ക്വസ്റ്റിൽ നോക്കിയ ഞാൻ പറഞ്ഞ പോലെ പ്രഷർ 2.P1 T1 M1 M2 ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അഡിയബാറ്റിക് ഫ്ലോ ആയതുകൊണ്ട് ഗാമ 1.4 ആണ്. അഡിയബാറ്റിക് ഫ്ലോയിൽ T0 ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പൊ ഞാൻ ഇതെല്ലാം പ്രോബ്ലം ആണ്. ഞാൻ ഡയറക്റ്റ് ഗ്യാസ് ടേബിളിലോട്ട് പോവുകയാണ്. ഗ്യാസ് ടേബിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ചെയ്യാനുള്ള ഗ്യാസ് ടേബിൾ ക്വസ്റ്റിൽ തന്നതനുസരിച്ചിട്ട് ക്വസ്റ്റിൽ M1 തന്നിട്ടുണ്ട്, ഗാമ അറിയാം 1.4. അപ്പം M1 = 1.5, ഗാമ 1.4 നേരെയുള്ള ടെമ്പറേച്ചർ റേഷ്യോ നോക്കാം. പേജ് നമ്പറിൽ ഇതില് മാക് നമ്പർ നോക്കാൻ നോട്ട് ചെയ്യുക. 1.5 ഗാമ 1.4. അപ്പൊ ഗാമ 1.4, മാക് നമ്പർ 1.5. ഓക്കെ, മാക് നമ്പർ ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്നത് 1.5, ഗാമ 1.4, 1.5. അപ്പൊ ഇതിലുള്ള എന്താണ് നമുക്ക് വേണ്ടത്? ടെമ്പറേച്ചർ ആണ് വേണ്ടത്. അപ്പൊ T/T0 എന്നുള്ള റേഷ്യോന് നേരെയുള്ള 0.689 എന്നുള്ള വാല്യൂ, 1.5 എന്നുള്ള 0.689 എന്നുള്ള വാല്യൂ എടുക്കുക. അതെടുത്തങ്ങ് എഴുതുക. അടുത്ത എഴുതി. ഇനി നമ്മൾ ചെയ്യാനുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 30 ഡിഗ്രി, അതായത് 30 + 273 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T0 കിട്ടും. അപ്പൊ അവിടെ വെച്ചേക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാനുള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ മാക് നമ്പർ എത്ര ക്വസ്റ്റിൽ തന്ന എക്സിറ്റ് മാക് നമ്പർ എത്ര? 2.4 ആണ് തന്നിരിക്കുന്നത്. വീണ്ടും ഗ്യാസ് ടേബിളിലോട്ട് ഞാൻ പോവുകയാണ്. M2 = 2.4, ഗാമ 1.4. M2 = 2.4 അത് എടുത്തിട്ടില്ലല്ലേ. M2 = ഞാൻ ഗ്യാസ് ടേബിൾ എടുത്ത് കാണിച്ചില്ല. M2 = 2.4. അതായത് ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്ന വാല്യൂ ആണ്. M2 = 2.4.
ഇതിൽ സ്ലൈഡിൽ നോക്കിയാൽ M2 is equal to 2.4 ഗാമ 1.4 T2/T0 ഞാൻ എഴുതിക്കുന്ന 0.464 ആണ്. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. പോയിന്റ് ഏറ്റവും ബോട്ടത്തിൽ നോക്കുക 2.4 നേരെയുള്ള T/T0 എന്ന് പറഞ്ഞാൽ 0.464 2.4 നേരെയുള്ള T/T0. അപ്പൊ ഞാൻ അതാണ് ഇവിടെ സ്ലൈഡിൽ എഴുതിക്കുന്നത് 0.464. ഓക്കെ, അപ്പൊ 0.464 കിട്ടി. അതേപോലെ അപ്പൊ ഏറ്റവും മുകളിലുള്ള T01 T02 ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 439 into 0.464 ചെയ്യുമ്പോൾ നമുക്ക് T2 കിട്ടും. T2 കിട്ടിയാൽ പിന്നെ M2 കിട്ടാൻ എളുപ്പമാണ്. M2 C2/A2 ആണ്. C2/A2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ T2 ആണ്. അപ്പൊ C2 അതിൽ നമുക്ക് വേണ്ട വാല്യൂ എന്താണ്? C2 ആണ്. M2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. A2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ അറിയാം, R അറിയാം, T2 ഇപ്പൊ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് വെലോസിറ്റി കിട്ടും. അപ്പൊ വെലോസിറ്റി ആയി, ടെമ്പറേച്ചർ ആയി. അപ്പൊ അത് രണ്ടും തീർന്നു. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയി, ടെമ്പറേച്ചർ വെലോസിറ്റി എക്സിറ്റ് ആയി. ഇനി ലാസ്റ്റ് ഉള്ള എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ആണ്. അപ്പൊ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ M എന്ന് പറഞ്ഞാൽ സ്മോൾ M ആണ്, മാക് നമ്പർ ആണ് ക്യാപിറ്റൽ M ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സ്മോൾ എമ്മിന് M=ρAc ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ ρAc ഇപ്പൊ മാസ് ഫ്ലോ റേറ്റ് പെർ സ്ക്വയർ മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെർ ഏരിയ ആണ്. അപ്പൊ ഏരിയ യൂണിറ്റ് ഏരിയ ആണ്. അപ്പൊ M/A = ρ1c1. അപ്പം പക്ഷേ ഇതിൽ ρ1c1 റോണിന്റെ വാല്യൂ എന്താണ്? ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്താണ്? P1/RT1. C1നെ നമ്മൾ വെലോസിറ്റി ആണ്, അതിന്റെ മാക് നമ്പർ റിലേഷനിൽ എഴുതുമ്പോൾ M1/A1 ആവും. M1 = C1/A1 ആണ് ഫോർമുല. അപ്പൊ ഈ റിലേഷൻ അവസാനം ഞാൻ ഇപ്പൊ പറയുന്ന റിലേഷൻ ഗ്യാസ് ടേബിളിൽ ഇല്ല. അപ്പം ഡെൻസിറ്റിയുടെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ എഴുതുമ്പോൾ ഡെൻസിറ്റി P/RT ആണ്. അപ്പൊ P1/RT1 C1 എന്ന് പറഞ്ഞാൽ M1A1. എങ്ങനെ കിട്ടി? M1 = C1/A1. അപ്പൊ അതിൽ നിന്ന് A1 കിട്ടി, C1 കിട്ടി. അപ്പൊ M1A1 ഇത്ര എഴുതുക. പക്ഷെ A1 എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഗാമ RT1 എന്ന് എഴുതാം, റൂട്ട് ഓഫ് P1/RT1. അപ്പൊ ഇത്രയാണ്. ഇതിനെ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ വാല്യൂ ഒന്നുമില്ല, എല്ലാം നോൺ വാല്യൂസ് ആണ്. കാര്യം P1 എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ P1നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാറിനെ മാറ്റി Nm/m² ആക്കുക. എന്നാലേ ഇവിടെ kg/cm² കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? P1 എന്നുള്ളതിനെ ബാർ ഉണ്ടല്ലോ, ഇവിടെ ബാർ എത്രയാണ്? 2.5 ബാറാണ്. അതിനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല, ബാർ ചെയ്യരുത്. 2.5 × 10⁵ Nm/m² എന്ന് പറഞ്ഞ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നാലേ മാസ് ഫ്ലോ റേറ്റ് മാത്രമാണ് ആ കണ്ടീഷൻ. 2.5 × 10⁵ ഇടുക, 6 J/kg തന്നെ ഇടുക. 0.287 എന്ന് ഇട്ടുള്ളതിൽ കിലോ ജൂൾസിലെ ഇടല്ലേ, ജൂൾസിലെ ഇടാം ഒരിക്കലും എപ്പോഴും. ഇപ്പം കിലോ ഇടുമ്പോൾ ഇവിടെ 287 തന്നെ ഇടുക. T1 എപ്പോഴും കെൽവിനിൽ തന്നെ ഇടുക. പിന്നെ മാക് നമ്പർ വാല്യൂ ആണ്, അതിന് ഇതില്ല. അപ്പം മാക് നമ്പർ ഡയറക്റ്റ് ഇടുക. ഗാമ അറിയാം, 6 അതേപോലെ വീണ്ടും 287. T1 ടെമ്പറേച്ചർ, അത് കെൽവിൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് ഈ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ സ്വന്തമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക, അതിൽ ചെറിയ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് P1 എന്ന് പറഞ്ഞാൽ ബാറിനെ മാറ്റി × 10⁵. 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ Nm/m² ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടെമ്പറേച്ചർ കെൽവിനിൽ 6 287 J/kg കെൽവിൻ ഇടുക. 287 അല്ലെങ്കിൽ വേറെ എന്താണോ തന്നെങ്കിൽ അത് ജൂൾസിൽ തന്നെ ഇടുക. ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കാനായിട്ട് 0.287 കിലോ ജൂൾസ് തരും. അപ്പോൾ അത് അതേപോലെ എടുത്ത് എഴുതി കളയിൽ 287 തന്നെ എഴുതുക. ജൂൾസിലെ എഴുതുക, കിലോ ജൂൾസിൽ എഴുതാൻ പാടില്ല. എഴുതുമ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റും kg/cm, kg/s ആണ്. ബട്ട് ഇവിടെ യൂണിറ്റ് m² ഉള്ളതുകൊണ്ട് kg/s m² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഫോർമുല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പ്രോബ്ലത്തിൽ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും 4 പ്രോബ്ലം പഠിച്ചു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഗ്യാസ് ടേബിൾ നോക്കാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് നോക്കി നോക്കുക. ഗ്യാസ് ടേബിൾ PDF ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇല്ലാത്തവർ സിസ്റ്റം വഴി നോക്കുക. മൊബൈലാണ് നോക്കിയാൽ കണ്ണതിനെടുക്കും. സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നോക്കാനാണ് കുറച്ചുകൂടെ നല്ലത്. എല്ലാവർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?